എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളിൽ സമവായം കണ്ടെത്താനുള്ള ചർച്ചകൾക്കിടെ ഏകീകൃത കുർബാനയിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് പ്രഖ്യാപിച്ച് മെട്രോപൊളിറ്റൻ വികാരി ജോസഫ് പാംപ്ലാനി പ്രതിഷേധിക്കുന്ന വൈദികരുമായി തുറന്ന ചർച്ചകൾക്ക് തയ്യാറാണെന്നും പാംപ്ലാനി പറഞ്ഞു. അതിരൂപത ആസ്ഥാനത്തെ സംഘർഷങ്ങളിൽ വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തു. വൈകിട്ട് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ സമവായ ചർച്ച നടക്കും. ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികർക്കെതിരായ നടപടിയെ തുടർന്നുള്ള പ്രതിഷേധമാണ് ക്രമസമാധാന പ്രശ്നമായി മാറിയത്. ഇന്നലെ ADM നേരിട്ടെത്തി ചർച്ച നടത്തിയെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ NSK ഉമേഷ് പ്രതിഷേധക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. വൈകിട്ട് 7 മണിക്ക് ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഏകീകൃത കുർബാനയിൽ വിട്ടുവീഴ്ചയില്ലെന്ന മെത്രാപ്പൊലിത്തൻ വികാരിയായി ചുമതലയേറ്റ ജോസഫ് പാംപ്ലാനിയുടെ നിലപാട് പ്രഖ്യാപനം. ഏകീകൃത കുർബാന എന്ന മാർപ്പാപ്പയുടെ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഞായറാഴ്ചകളിൽ ഒരു കുർബാനയെങ്കിലും ഏകീകൃത കുർബാനയായി അർപ്പിക്കുന്ന വൈദികർക്കെതിരെ നടപടിയുണ്ടാകില്ലെന്ന വ്യവസ്ഥ തുടരും. മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നോക്കം പോകുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് എല്ലാ സഹോദരങ്ങളും സ്നേഹബുദ്ധിയ മനസ്സിലാക്കുക. എല്ലാവരോടും തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുക. അഭിയന്തി മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഞങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ശാന്തമായും സ്നേഹബുദ്ധിയ മുൻധാരണകളില്ലാതെ ചർച്ചകൾക്ക് തയ്യാറാണ്. സഭ ഏൽപ്പിച്ച ചുമതല ആത്മാർത്ഥമായി നിർവഹിച്ചിട്ടുണ്ടെന്നും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നുവെന്നും സ്ഥാനമൊഴിഞ്ഞ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ. എന്തെങ്കിലും കുറവുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്നു. ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടില്ല. അതിനിടെ അതിരൂപത ആസ്ഥാനത്തെ സംഘർഷങ്ങളിൽ വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തി 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ബിഷപ്പ് ഹൗസിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തിയതിനാണ് 21 വൈദികർക്കെതിരെ കേസെടുത്തത്. ഇതിനു പുറമെ പോലീസിനെ ആക്രമിച്ചതിനും വഴി തടഞ്ഞ് സമരം നടത്തിയതിനും സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.